അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വരുന്ന ന്യൂസുകളാണ്. പക്ഷെ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മേയർ അദ്ദേഹം തന്നെ പ്ലാസ്റ്റർ കാലിലുണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ വളരെ അഭിനയത്തോടുകൂടി പ്ലാസ്റ്റർ ഇട്ട് കിടന്ന മേയർ ഇന്ന് എനിക്ക് പ്ലാസ്റ്ററിന് പ്രശ്നമില്ല, എനിക്ക് അത്തരത്തിലൊരു പൊട്ടലുണ്ടായിട്ടില്ല, ഡിസ്ലൊക്കേഷൻ മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് യഥാർത്ഥ വസ്തുതയിൽ ഇന്നലെ അവിടെ നടന്ന സംഭവത്തിൽ ഞങ്ങൾ അവിടെ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഓഫീസിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ. ഞങ്ങൾ ആരെയും തടഞ്ഞില്ല എന്ന് മാത്രമല്ല, മേയർ വന്ന രീതി നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. മാറി നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് മേയർ അവിടേക്ക് കയറി വരുന്നത്. അതല്ലാതെ കൂടെ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരാണ് അവിടെ നിൽക്കുന്നത്, വെളിയിൽ നിന്ന് ഒരു വ്യക്തി പോലുമില്ല. ആ ബോധ്യമില്ലാതെ മാറി നിൽക്കട എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കയറി വന്ന് ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പത്രവാർത്തകളിലും അതോടൊപ്പം തന്നെ ചാനൽ വാർത്തകളിലും കണ്ടാൽ മേയറും ഡെപ്യൂട്ടി മേയറും കിടക്കുന്നതിന്റെ താഴെയായി, അവർ വീണ് കിടക്കുന്നതിന്റെ താഴെയായി ശ്രീ വഞ്ചൂർ ബാബുവിനെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ പരിശോധിച്ചാൽ മതി. വഞ്ചൂർ ബാബുവിനെ കാണാം. അതിന്റെ പുറത്തേക്കാണ് ഡെപ്യൂട്ടി മേയറെ തള്ളിയിടുന്നത്, ഡെപ്യൂട്ടി മേയറുടെ പുറത്തേക്കാണ് മേയർ വീഴുന്നത്. അതേ സ്ഥലത്ത് ഇപ്പുറത്ത് മേയർ തള്ളി സിന്ധു ശശി താഴെ വീണ് തലപൊട്ടി കിടക്കുകയാണ്. അത് നമ്മുടെ വാർത്തകളിൽ വന്നില്ല. അതിന്റെ പുറത്തൊരു സാധാരണ കോൺസ്റ്റബിൾ കിടക്കുകയാണ്. അതിന്റെ ഇപ്പുറത്തോട്ട് ഞങ്ങൾ നിന്ന 20 കൗൺസിലർമാരെ തള്ളി മറിച്ചിട്ട് അവിടെ വിഷയമുണ്ടാക്കാൻ വന്നു. ഞങ്ങളിത് ചോദിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലം ഇവിടെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതെല്ലാം ഒരേ കാര്യമാണ്. കഴിഞ്ഞ 6 മാസക്കാലവും ഞങ്ങൾ ആരും ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താനോ ഈ നഗരസഭയുടെ ഭരണത്തിനെതിരെ ആവശ്യമില്ലാതെ പ്രതികരിക്കാനോ വന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ 6 മാസക്കാലം കഴിഞ്ഞ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവില്ലേ? നിങ്ങളെയും എന്നെയും ഈ നാട്ടിലെ ജനങ്ങളെയും പറ്റിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് ഭരിക്കുന്ന ഈ തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബ്ലൂ പ്രിന്റിന് വേണ്ടി നിങ്ങളെല്ലാം ഓടിയ ഓട്ടം. ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്കാർക്കും ലഭിച്ചില്ലല്ലോ. നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ലേ? ഓരോ ദിവസവും മേയർ വന്ന് പറയുന്നത് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. നിങ്ങൾ ചെയ്തു കാണിക്കൂ, ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നില്ല. ഒരു പ്രവർത്തനവും നടത്തുന്നതിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തടസ്സം നിന്നിട്ടില്ല എന്ന് കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്ന ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് നഗരസഭാ കൗൺസിൽ അല്ലെങ്കിൽ മേയർക്ക് അനുവാദമുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റി ആക്ട് പറയാത്ത കാര്യങ്ങൾ കൂടെ പ്രവർത്തിച്ചു കാണിക്കുന്നു. ചില കാര്യങ്ങളിൽ അത് അനാവശ്യമായി. കൗൺസിൽ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിന് അതിന്റെ അധികാരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ദിവസം മേയർ കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ മേയർ കെയർ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മേയർ കെയർ പദ്ധതി തിരുവനന്തപുരം നഗരസഭയിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം അതിന്റെ ഭരണ സംവിധാനവുമുണ്ട്. അവിടെ നമുക്ക് അധികാരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഒരു വർഷം നമുക്ക് പണം തന്നുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാനായി തരികയാണ്. എന്നാൽ അതൊന്നും കാണിക്കാതെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഞങ്ങളിവിടെ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ് ഈ പറഞ്ഞതുപോലെ പത്രവാർത്തകൾ വരുന്നത് ശരിയല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഒരേ കാര്യമാണ് പറയാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, കാണുന്ന ജനങ്ങളെ സംസ്കാര സമ്പന്നരായിട്ടുള്ള തിരുവനന്തപുരം ജനത, അതോടൊപ്പം തന്നെ സാക്ഷരതയുള്ള തിരുവനന്തപുരം ജനത, അവിടെ ശരിയായ വാർത്തകൾ നിങ്ങൾ കൊടുക്കണമെന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾ സമാധാനപരമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ സമാധാനപരമായി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ RSSും BJPയുടെ നേതൃത്വത്തിൽ അക്രമാസക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുക. ഞങ്ങൾ ഇതിന് പിന്നിൽ ജനാധിപത്യ സംരക്ഷണവും അതോടൊപ്പം ഈ തിരുവനന്തപുരത്തെ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം ജനത ഏത് തരത്തിലാണോ തെരഞ്ഞെടുത്ത് വിട്ട ഒരു സംവിധാനം ഈ നഗരത്തിലുള്ളത്, അവർ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമായില്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അത് സമാധാനപരമായിരിക്കും. അത് പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോഴും ഞങ്ങൾ ഈ 2 കൗൺസിലായേ ഉള്ളൂ. എല്ലാവർക്കും അത്ര ഓർമ്മ നശിച്ചവരൊന്നും അല്ല അവിടെ ഉള്ളവരെല്ലാം.
ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിലും ഓർമ്മയിലും ഞങ്ങൾക്ക് അറിയാവുന്നത് 2 കൗൺസിലായി ഈ പറയുന്ന സുഗതൻ കൗൺസിലർ അവിടെ വന്നിട്ടില്ല. പക്ഷെ മിനിറ്റ്സുകളിൽ ഇപ്പോൾ അത് അദ്ദേഹം വന്നതായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് ഞങ്ങൾ പരിശോധിക്കേണ്ട വസ്തുതയാണ്. മേയറും അത് തന്നെ സൂചിപ്പിച്ചിരുന്നു. ആദ്യം മേയർ തന്നെ നിങ്ങളുടെ സമ്മേളനങ്ങളിലാണ് സൂചിപ്പിച്ചത്, പത്രവാർത്തകളിലൂടെ സൂചിപ്പിച്ചിരുന്നു 2 കൗൺസിലിന് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും പരിശോധിക്കേണ്ട വസ്തുതയാണ്. അവിടെ എന്ത് രീതിയിലേക്ക് മാൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഹോദരൻ സൂചിപ്പിച്ചു. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്.